പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആഴ്ചയിൽ വീണ്ടും ഒരു ദിവസം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നലെ പെന്തക്കോസ്തേക്ക് നന്നായിരുന്നല്ലേ. ശരിക്കും ഇന്നൊക്കെ നോക്കി ഇന്ന് പെന്തക്കോസ്ത കഴിഞ്ഞെന്ന് വിചാരിച്ചത് നമ്മുടെ പ്രാർത്ഥന നിർത്തിയേക്കരുത്. പരിശുദ്ധാത്മാവെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതല്ലേ. നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, ഒറ്റപ്പെടലിലൊക്കെ പരിശുദ്ധാത്മാവെ 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 എന്ന് പറഞ്ഞ് നമ്മുടെ യാത്രയിൽ, ചിലപ്പോൾ ബസ് യാത്ര ചെയ്യുന്നവരുണ്ടാകാം, ബൈക്കിലായിരിക്കാം അല്ലെങ്കിൽ കാറിലായിരിക്കാം, എപ്പോഴാണെങ്കിലും നമ്മുടെ യാത്രയിലൊക്കെ പരിശുദ്ധാത്മാവെ 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 ഉള്ളിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ശരിക്ക് നമ്മളെ ടേക്കപ്പ് ചെയ്യുന്ന ഒരു വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, അത് സങ്കീർത്തന പുസ്തകം 42:1 അതിന് പറയുന്നത് എങ്ങനെയാണ്: നീർച്ചാലിനായി കാംക്ഷിക്കുന്ന മാൻപേടയെ പോലെ. ഒരു മാൻപേട ദാഹജലത്തിനായിട്ട് അത് ദാഹജലം തേടി, നീർച്ചാൽ ദാഹജലം തേടി എന്തിനാണോ അതാണ് പറയുന്നത്, നീർച്ചാലിനായി കാംക്ഷിക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങേക്കായി കാംക്ഷിക്കുന്നു. എങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ ഒരു മനുഷ്യാത്മാവിന് ദൈവാത്മാവിനായിട്ട് ദാഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അത് പരിശുദ്ധാത്മാ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച ദിനത്തിൽ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു തുറവിടാം. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയും തോറും ദൈവസ്നേഹത്തിൻ്റെ ഒറ്റാത്ത ഒരു അനുഭവം അത് സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ. ഇന്ന് കണ്ടുമുട്ടുന്ന സകല മക്കളിലേക്കും ഈ ഒരു അഭിഷേകം പകരാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.